മലങ്കര കാത്തലിക് ടി.വിയുടെ വിശ്വാസവും യുക്തിയും എന്ന പരമ്പരയിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടത് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ കേന്ദ്ര രഹസ്യം ത്രിയേക ദൈവത്തിലുള്ള വിശ്വാസമാണ് എന്നതാണ്. ബഹുമാനപ്പെട്ട അച്ഛാ, ത്രിയേക ദൈവത്തിലുള്ള വിശ്വാസത്തെക്കുറിച്ച് പറയുമ്പോൾ പലരും നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് 1+1+1 അത് 3 അല്ലേ? എങ്ങനെയാണ് ഒന്നാകുന്നത്? അതായത് ത്രിയേക ദൈവത്തിൽ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന 3 ആളുകളുണ്ട്. പിന്നെ അവരെങ്ങനെയാണ് ഒരു ദൈവമായി തീരുന്നത്? അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് വിശദമാക്കാം. തീർച്ചയായിട്ടും നമ്മൾ ഏറ്റവും ആദ്യം വീണ്ടും ഓർത്തിരിക്കേണ്ട ഒരു കാര്യമെന്നത്, നമ്മൾ ദൈവത്തെ അറിയാനാണ് ശ്രമിക്കുക. മനുഷ്യനെ തന്നെ ഇപ്പോഴും പൂർണ്ണമായിട്ട് അറിയാൻ കഴിയുന്നില്ല. മനുഷ്യൻ തന്നെ ഒരു വലിയ മിസ്റ്ററിയാണ്. അപ്പോൾ സകല പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയും നിത്യനായിരിക്കുകയും അനന്തനായിരിക്കുകയും സർവനന്മ സ്വരൂപിയായ സൃഷ്ടികർത്താവായ ആ ദൈവത്തെക്കുറിച്ച് ഈ ചെറിയ ബുദ്ധി കൊണ്ട് മനുഷ്യന് എന്ത് ഗ്രഹിക്കാൻ സാധിക്കും? ദൈവത്തെ നമ്മൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കി എന്ന് ആരെങ്കിലും അവകാശപ്പെട്ടാൽ ദൈവത്തെ അല്ല നീ മനസ്സിലാക്കിയത് എന്ന് വിശുദ്ധ അഗസ്തീനോസ് പറയുന്നുണ്ട്. അപ്പോൾ അത് അംഗീകരിച്ചുകൊണ്ട് തന്നെ എങ്ങനെയാണ് ദൈവത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടത്? ദൈവം സ്വയം വെളിപ്പെടുത്തുമ്പോൾ അതിനെ എളിമയോടും തുറവിയോടും വിശ്വാസത്തോടു കൂടെ നാം സ്വീകരിക്കുകയും ആ ദൈവത്തെ ആരാധിക്കുകയും ചെയ്യാൻ മനസ്സ് കാട്ടുമ്പോഴാണ് ഈ ബന്ധത്തിലൂടെ നമുക്ക് ദൈവത്തെ കൂടുതൽ മനസ്സിലാക്കാൻ കഴിയുക. അതുകൊണ്ടാണ് പല ഉദാഹരണങ്ങളിലൂടെ ഈ സത്യത്തെ മനസ്സിലാക്കി കൊടുക്കുവാൻ പിതാക്കന്മാർ, ദൈവശാസ്ത്രജ്ഞർ, വിശുദ്ധർ ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ 1+1+1 = 3 ശരിയാണ്. പക്ഷെ അതേ കാര്യം നമുക്ക് വേറെ രീതിയിലൊന്ന് ചിന്തിച്ചുകൂടെ? 1 × 1 × 1 = 1. അപ്പോൾ ഞാൻ പിതാവിലായിരിക്കുന്നു, പരിശുദ്ധാത്മാവിലായിരിക്കുന്നു. അപ്പോൾ ദൈവത്തെ നമുക്ക് ഒട്ടും മനസ്സിലാക്കാൻ കഴിയില്ല എന്നല്ല, മറിച്ച് ദൈവത്തെ മനസ്സിലാക്കാൻ കഴിയും എന്നത് തന്നെ ഉദാഹരണങ്ങൾ സൂചിപ്പിക്കുന്നു. പക്ഷേ ഒരു ഉദാഹരണവും പെർഫെക്റ്റ് അല്ല. നമ്മൾ ഈ ഉദാഹരണങ്ങളെ അനോളജി എന്നാണ് പറയുക. കുറേ സാദൃശ്യങ്ങളിലൂടെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അതിലൂടെ കുറേ സത്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പക്ഷേ ഓരോ ഉദാഹരണവും പെർഫെക്റ്റ് അല്ലാത്തത് കൊണ്ട് അതിലെല്ലാം അപകടങ്ങളും ഒളിഞ്ഞിരിപ്പുണ്ട്. ഉദാഹരണത്തിന് വേണ്ടി ചിലർ സൺഡേ സ്കൂൾ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ചിലരെങ്കിലും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, H2O ഉദാഹരണം വെച്ചുകൊണ്ട് അവർ അവതരിപ്പിക്കുന്നു. അപ്പോൾ വെള്ളം എന്താണ്? H2O. അത് റൂം ടെമ്പറേച്ചറിൽ ലിക്വിഡാണ്, ദ്രാവകമാണ്. ചൂടാകുമ്പോൾ അത് നീരാവിയാകുന്നു, സ്റ്റീം ആകുന്നു. ഡീപ്പ് ഫ്രീസ് ചെയ്യുമ്പോൾ അത് ഐസ് ആകുന്നു. അപ്പോൾ ഒരേ H2O തന്നെ 3 രൂപത്തിലാണ് കാണപ്പെടുക. സ്റ്റീം ആണെങ്കിലും വെള്ളമാണെങ്കിലും ഐസ് ആണെങ്കിലും അത് H2O തന്നെയാണ്. അത് തെറ്റായ ഉദാഹരണമാണ്. പണ്ട് കാലത്ത് രൂപപ്പെട്ട മോഡലിസം എന്ന ഒരു പാഷണ്ഡതയാണ് ഈ ഒരു ഉദാഹരണം എന്ന് പറയുന്നത്. കാരണം ഒരേ സമയത്ത് വെള്ളമായും നീരാവിയായും ഐസുമായും നിൽക്കുന്നില്ല. അപ്പോൾ ഇതിനെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ H2O ഒരേ സമയത്ത് 3 അവസ്ഥയിൽ നിലനിൽക്കുവാൻ സാധിക്കുമെങ്കിൽ നമുക്ക് ത്രിത്വത്തിൻ്റെ ഒരു ഉദാഹരണമായിട്ട് അതിനെ അംഗീകരിക്കാം. സയൻസിൽ തന്നെ പരീക്ഷണങ്ങൾക്ക് പറയുന്നത് 374°C എന്ന താപത്തിൽ 22.064 PMA ആവിമർദ്ദത്തിലും H2O ഈ 3 അവസ്ഥയിൽ ഒരേ സമയത്തായിരിക്കും. അതിനെ ട്രിപ്പിൾ പോയിന്റ് ഓഫ് സബ്സ്റ്റൻസ് എന്നാണ് പറയുക. അപ്പോൾ അതിനെ നമുക്ക് ഒരു ഉദാഹരണമായിട്ട് സ്വീകരിക്കാവുന്നതാണ്. അപ്പോൾ ത്രിയേക ദൈവം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചുവെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ പലതരത്തിൽ അതിൻ്റെ സൂചനകൾ, ഉദാഹരണങ്ങളും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ അവ ഒന്നും പെർഫെക്റ്റ് അല്ല എന്നതുകൂടെ നാം മനസ്സിലാക്കാനായിട്ട് എപ്പോഴും ശ്രമിക്കണം. അച്ഛൻ തൊട്ടു മുമ്പ് ഒരു മോഡലിസം എന്നൊരു പാഷണ്ഡതയെക്കുറിച്ച് പറഞ്ഞായിരുന്നു. അതെന്താണെന്നൊന്ന് വ്യക്തമാക്കി. തീർച്ചയായിട്ടും
ആദിമ ക്രൈസ്തവ സഭയ്ക്കുണ്ടായിരുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്നത് രണ്ട് വ്യക്തികളോട് അല്ലെങ്കിൽ രണ്ട് സമൂഹങ്ങളോട് സംവദിക്കുക എന്നുള്ളതാണ്. ഗ്രീക്കുകാരോടും റോമാക്കാരോടും സംവദിക്കുമ്പോൾ അവർ ബഹുദേവന്മാരിൽ വിശ്വസിക്കുന്ന വ്യക്തികളാണ്. പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും 3 ദൈവങ്ങളായിട്ട് അംഗീകരിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകില്ല. അപ്പോൾ റോമാക്കാരോടും ഗ്രീക്കുകാരോടും മറ്റ് വിജാതീയരോടും സംസാരിക്കുമ്പോൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും 3 ദൈവങ്ങളല്ല, ഒരു ദൈവമേ ഉള്ളൂ എന്നത് സ്ട്രിക്റ്റ് മോണോതെയിസത്തിൽ മുറുകെ പിടിക്കണം. ഇതാണ് ഒന്നാമത്തെ ചാലഞ്ച്. രണ്ടാമത്തെ ചാലഞ്ച്, യഹൂദരോട് സംസാരിക്കുമ്പോൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒരാളല്ല, 3 ആളുകളാണ് എന്നത് അവതരിപ്പിക്കാൻ കഴിയണം. അപ്പോൾ ഈ 2 ചാലഞ്ചസ് മുമ്പിൽ കണ്ടുകൊണ്ട് അവർ അനുഭവിച്ചറിഞ്ഞ ത്രിയേക ദൈവ വിശ്വാസത്തെ അവതരിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ ഉണ്ടായ ഡീവിയേഷൻസ് ആണ് പാഷണ്ഡതകൾ അല്ലെങ്കിൽ ഹെറസീസ്. അങ്ങനെ ഉണ്ടായ ഒരു പാഷണ്ഡതയാണ് മൊണാർക്കിയനിസം. അതിൻ്റെ തന്നെ വകഭേദമായിട്ട് മനസ്സിലാക്കാവുന്നത് മോഡലിസം, സബേലിയനിസം, പാത്രിപസ്യനിസം. ഇവ എന്തൊക്കെയാണ്? മോഡലിസം എന്ന് പറയുമ്പോൾ ദൈവം ഒരാളാണ്, ഒരു വ്യക്തി തന്നെയാണ്. പഴയ നിയമത്തിൽ പിതാവായ ദൈവമായിട്ട് കാണപ്പെട്ടു. പുതിയ നിയമത്തിൽ അതേ പിതാവ് പുത്രനായി ജനിക്കുകയും യേശുവായി കാണപ്പെട്ടു. സ്വർഗാരോഹണ ശേഷം അതേ ദൈവം, അതേ വ്യക്തി, അതേ ആള് പരിശുദ്ധാത്മാവായി കാണപ്പെട്ടു. അപ്പോൾ ഒരു ദൈവം ഒരാളാണ്. ഈ ഒരാൾ തന്നെ 3 വ്യത്യസ്ത രൂപങ്ങളിൽ കാണപ്പെട്ടു, 3 വ്യത്യസ്ത റോൾസ് അല്ലെങ്കിൽ മോഡ്സിൽ അവതരിപ്പിക്കപ്പെട്ടു. ഇത് തെറ്റാണ്. അപ്പോൾ എങ്ങനെയാണ് ത്രിയേക ദൈവത്തെ മനസ്സിലാക്കേണ്ടത്? ദൈവം ഒന്നാണ്, ദൈവം 3 ആണ്. ഇവ 2 തമ്മിൽ വൈരുദ്ധ്യം കൂടാതെ സംസാരിക്കുമ്പോൾ നാം അറിഞ്ഞിരിക്കേണ്ട കാര്യം, ദൈവം 1ഉം 3ഉം ആയിരിക്കുന്നത് 2 വ്യത്യസ്തമായ രീതികളിലാണ്. God is 1 in being and 3 in persons. ഒരേ അർത്ഥത്തിലല്ല ഇവ രണ്ടും. ഇപ്പോൾ ദൈവം ഒരു ദൈവമാണ്, 1 in being, ഉണ്മയിൽ ദൈവം ഒന്നാണ്, സാരാംശത്തിൽ ദൈവം ഒന്നാണ്. ഒരു ദൈവത്തിൽ 3 ആളുകളാണുള്ളത്, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും. പിതാവ് ദൈവമാണ്, പക്ഷെ പിതാവ് പുത്രനോ പരിശുദ്ധാത്മാവോ അല്ല. പുത്രൻ ദൈവമാണ്, പക്ഷെ പുത്രൻ പിതാവോ പരിശുദ്ധാത്മാവോ അല്ല. പരിശുദ്ധാത്മാവ് ദൈവമാണ്, പക്ഷെ പരിശുദ്ധാത്മാവ് പിതാവോ അല്ല, പുത്രനും അല്ല. പിതാവും പുത്രനും പരിശുദ്ധാത്മാവ് 3 ആളുകളും ഡിസ്റ്റിങ്ക്റ്റ് ആണ്, വ്യതിരിക്തരാണ്. ബന്ധങ്ങളിലാണ് ഈ വ്യതിരിക്തത കാണാൻ കഴിയുക. പക്ഷെ 3 ആളുകളുടെ കൂട്ടായ്മയാണ് ഒരു ദൈവം. അപ്പം നമുക്കെല്ലാം മനസ്സിലാകുന്ന എന്താണ്? നമ്മൾ ബ്രദർ ജോസഫ് കാഞ്ചവന് 1 ബീയിങ് ആണ്, 1 പേഴ്സൺ ആണ്. പക്ഷെ ദൈവം 1 ബീയിങ് ആണ്, 3 പേഴ്സൺസ് ആണ്. കമ്മ്യൂണിയൻ ഓഫ് 3 പേഴ്സൺസ് ആണ്. അപ്പോൾ വെച്ചാൽ ഈ ബീയിങ്ങിനെയും പേഴ്സണെയും നമുക്ക് എങ്ങനെയാണെന്ന് വ്യത്യസ്തമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്? തീർച്ചയായിട്ടും. അപ്പോൾ ഇതൊരു ഫിലോസോഫിക്കലായിട്ടുള്ള ഒരു ചോദ്യമാണ്, ബീയിങ് എന്താണ് എന്നുള്ളത്. അപ്പോൾ ഈ ബീയിങ്ങിനെ മനസ്സിലാകണമെങ്കിൽ ഞാൻ ജോസഫ് ബ്രദറിനോട് തന്നെ ഒരു ചോദ്യം ചോദിക്കുകയാണ്. വാട്ട് ആർ യു? ഐ എം എ ഹ്യൂമൻ ബീയിങ്. Okay, you are a human being. You are not a bird, you are not a stone, you are not a tree, you are a human being. താങ്കൾ ഒരു മനുഷ്യനാണ്. ഇനി ഞാൻ ചോദിക്കുകയാണ്, who are you? ഞാൻ ബ്രദർ ജോസഫ് കാഞ്ചവൻ. ബ്രദർ ജോസഫ് കാഞ്ചവൻ. What am I? I am a human being. Who am I? I am Father Joey. അപ്പോൾ എൻ്റെ who, ബ്രദറുടെ who വ്യത്യസ്തമാണ്, ഡിസ്റ്റിങ്ക്റ്റ് ആണ്. പക്ഷേ വാട്ട്, ബ്രദറും മാനാണ്, ഞാനും മാനാണ്. നമ്മളെല്ലാം ഒരേ നേച്ചറാണ്, നമ്മൾ 2 പേർക്കും ഒരേ സ്വഭാവമാണ് നമുക്കുള്ളത്. ഇനി ത്രിയേക ദൈവത്തിലേക്ക് വരുമ്പോൾ ബീയിങ് എന്ന് പറഞ്ഞാൽ വാട്ട്നെസ് എന്നാണ്. ഈ വാട്ട്നെസ് അല്ലെങ്കിൽ ബീയിങ് ഒന്നാണ്. ഇനി പിതാവായ ദൈവത്തോട് ഞാൻ ചോദിക്കുകയാണെങ്കിൽ വാട്ട് ആർ യു എന്ന് ചോദിച്ചാൽ പിതാവായ ദൈവം പറയും ഐ എം ഗോഡ്. പുത്രനായ ദൈവത്തോട് ഞാൻ ചോദിക്കുന്നു വാട്ട് ആർ യു? ഐ ആം ഗോഡ്. പരിശുദ്ധാത്മാവ് ദൈവത്തോട് ഞാൻ ചോദിക്കുന്നു വാട്ട് ആർ യു? ഐ ആം ഗോഡ്. ഇനി ഞാൻ ചോദ്യം മാറ്റുകയാണ്. പിതാവായ ദൈവത്തോട് ഞാൻ ചോദിക്കുന്നു ഹു ആർ യു?
I am God the Father. പുത്രനായ ദൈവത്തോട് ഞാൻ ചോദിക്കുന്നു, ഹു ആർ യു? I am God the Son. പരിശുദ്ധാത്മാവ് ദൈവത്തോട് ഞാൻ ചോദിക്കുന്നു, ഹു ആർ യു? I am God the Holy Spirit. ഇതാണ് വ്യത്യാസം. അപ്പോൾ വാട്ട് ആ ദൈവത്തിൽ ഒന്നാണ്, വാട്ട്നെസ് ഒന്നാണ്. ഈ ഒരു ദൈവത്തിൽ 3 ഹൂ ഉണ്ട്, 3 ഞാനുണ്ട്, 3 ഹൂ ഉണ്ട്. അതാണ് 3 ആളുകൾ. ഇനി ഇവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ ഇൻട്രൊഡക്ഷൻ ടു ക്രിസ്ത്യാനിറ്റി എന്ന സുപ്രസിദ്ധ ഗ്രന്ഥത്തിൽ പേഴ്സണും ഇൻഡിവിജ്വൽ തമ്മിൽ ഒരു വ്യത്യാസം എടുത്ത് കാണിക്കുന്നുണ്ട്. ഇൻഡിവിജ്വൽ എന്ന വാക്കാണ് ശരിക്കും പറഞ്ഞാൽ വ്യക്തി എന്ന രീതിയിൽ മനസ്സിലാക്കേണ്ടത്. പേഴ്സൺ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ആൾ എന്നാണ്. അപ്പോൾ ഒരു ഇൻഡിവിജ്വൽ വ്യക്തി, എനിക്ക് വേറെ ആരുടെ ആവശ്യമില്ല, ഞാൻ ഒറ്റയ്ക്ക് നിൽക്കും എന്ന ഒരു ആറ്റിറ്റ്യൂഡാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ഇൻഡിവിജ്വലിസം. ഇൻഡിവിജ്വൽ. പേഴ്സൺ എന്താണ്? പേഴ്സൺ റിലേഷനാണ്. ഞാനാകുന്നത് അപരനുമായുള്ള ബന്ധത്തിലാണ്. ഇതാണ് ശരിക്കും പറഞ്ഞ പേഴ്സൺഹുഡിൻ്റെ പ്രത്യേകത, ആള്. അപ്പോൾ ആള് എന്താണ്? ബന്ധത്തിലൂടെയാണ്. അവിടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവ് ബന്ധത്തിൽ അവർ തമ്മിൽ ഡിസ്റ്റിങ്ക്റ്റ് ആണ്. പിതാവ് ജനകനാണ്, ജനിപ്പിക്കുന്നവനാണ്. പുത്രൻ പിതാവിൽ നിന്ന് ജനിക്കുന്നവനാണ്, ജനകനല്ല. പരിശുദ്ധാത്മാവ് പിതാവിൽ നിന്ന് പുറപ്പെടുന്നു. അപ്പോൾ ബന്ധത്തിലാണ് ഈ ഒരു വ്യതിരിക്തത നമുക്ക് കാണാനായിട്ട് കഴിയുക. ഇതാണ് വാസ്തവത്തിൽ ഇച്ചിരി ഫിലോസോഫിക്കലാണ്, പക്ഷേ എന്നാലും ഈ ഒരു ചെറിയ അടിസ്ഥാനം നാം അറിഞ്ഞേ മതിയാവുകയുള്ളൂ, ഈ ഡിസ്റ്റിങ്ഷൻ മനസ്സിലാക്കാൻ വേണ്ടി. അതുകൊണ്ട് ഇതിൽ വൈരുദ്ധ്യാത്മകത ഇല്ല. നമുക്ക് മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ട് എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു ബീയിങ്ങും ഒരു പേഴ്സണുമാണ്. പക്ഷെ നമ്മൾ ദൈവത്തെക്കുറിച്ചാണ് സംസാരിക്കുക. ഈ ദൈവം എന്നും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാണ്. അപ്പോൾ പേഴ്സൺ എന്ന് പറഞ്ഞാൽ റിലേഷനാണ്. ശരിക്കും പറഞ്ഞാൽ ഞാനാകുന്നത് അപരനുമായുള്ള ബന്ധത്തിലാണ്. യോഹന്നാൻ 5:19 കർത്താവ് പറയുന്നു, പുത്രൻ സ്വമേധയാ ഒന്നും ചെയ്യുന്നില്ല, പിതാവിനെ കൂടാതെ പുത്രൻ ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല എന്ന് പറയുന്ന ഒരു ബന്ധമാണ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവ് തമ്മിലുള്ള ഈ ഒരു ബന്ധം. അതുകൊണ്ടാണ് 1 യോഹന്നാൻ 4:8 16 യോഹന്നാൻ ശ്ലീഹ ഒരു വലിയ ഒരു സത്യം നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. ദൈവം സ്നേഹമാണ്. ദൈവം സ്നേഹമാണ്. ദൈവത്തിന് സ്നേഹമുണ്ട് എന്നല്ല, ദൈവം സ്നേഹം തന്നെയാണ്. എന്താണ് സ്നേഹത്തിൻ്റെ പ്രത്യേകത? സ്നേഹമുണ്ടെങ്കിൽ അവിടെ മിനിമം നമ്പർ 3 കാരണം ഞാൻ പറയാം. കാരണം ഒരാൾക്കും തന്നെ സ്നേഹിക്കാൻ പറ്റത്തില്ല. തന്നെ സ്നേഹിക്കുക എന്നുള്ളത് നാർസിസിസമാണ്. അവിടെ ആനന്ദമില്ല. എനിക്ക് എന്നെ തന്നെ സ്നേഹിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ, അതിൽ തന്നെ എനിക്ക് ആനന്ദത്തിൻ്റെ പൂർണ്ണതയിൽ എത്താൻ പറ്റുമായിരുന്നുവെങ്കിൽ, എനിക്ക് ലോകത്തിൽ വേറെ ആരുടെ ആവശ്യമില്ല. എന്തിന് ജീവിതത്തിൽ പ്രശ്നം വന്നാൽ, ബുദ്ധിമുട്ട് വന്നാൽ എനിക്ക് എന്നോട് തന്നെ പറയാം, ഐ ലവ് മൈ സെൽഫ്, ഐ എം ഹാപ്പി. പക്ഷെ അങ്ങനെയല്ല നമ്മുടെ അനുഭവം. വി നീഡ് അതേഴ്സ്, വി നീഡ് സംവൺ ടു ലവ് അസ്. നമ്മളെ സ്നേഹിക്കാൻ ഒരാൾ വേണം, നമ്മുടെ സ്നേഹം സ്വീകരിക്കാൻ ഒരാൾ വേണം. റിലേഷൻഷിപ്പാണ്, നമ്മളെ ബന്ധമാണ് നമ്മളെ ശരിക്കും പറഞ്ഞാൽ നമ്മളാക്കി തീർക്കുന്നത്. അപ്പോൾ ഈ ദൈവം സ്നേഹമാണെന്ന് പറയുമ്പോൾ സ്നേഹിക്കാൻ ഒരാൾ വേണം, ലവർ. അതാണ് പിതാവായ ദൈവം. സ്നേഹിക്കപ്പെടുന്ന ഒരാൾ, ആരെയാണ് സ്നേഹിക്കുക? അപ്പോൾ ബിലവഡ്, അതാണ് പുത്രൻ. ഇനി ലവറും ബിലവഡ് തമ്മിലുള്ള ആ സ്നേഹം, അതാണ് 3ാമത്തെ ആളായ പരിശുദ്ധാത്മാവ്. വിശുദ്ധ അഗസ്തീനോസും വിശുദ്ധ റിച്ചേർഡ് ഓഫ് സെൻറ്റ് വിക്ടർ അവരൊക്കെ ഈ ഒരു അനോളജി, ഈ ഒരു ഉദാഹരണം, സാദൃശ്യം എടുത്ത് ത്രിയേക ദൈവത്തെ മനസ്സിലാക്കാൻ ശ്രമിച്ചവരാണ്. അപ്പോൾ ദൈവം സ്നേഹമാണ് എന്ന് പറയുമ്പോൾ ദൈവത്തിന് ത്രിയേക ആയേ പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് കാറ്റക്കിസം ഓഫ് ദ കാത്തലിക് ചർച്ച് 254 ഖണ്ഡികയിൽ പറയുന്നത്, ദൈവം ഏകനാണ് പക്ഷേ ഏകാന്തനല്ല. അപ്പൊ ദൈവം ഏകാന്തനല്ല. ദൈവം എന്ന് മുതലുണ്ടോ ഈ ദൈവം അന്ന് മുതൽ കൂട്ടായ്മയാണ്, സ്നേഹത്തിൻ്റെ കൂട്ടായ്മയാണ്. പിതാവ് പുത്രനെ സ്നേഹിക്കുന്നു, പിതാവും പുത്രൻ തമ്മിലുള്ള ആ ഒരു മ്യൂച്വൽ ബോണ്ട്, മ്യൂച്വൽ ലവ്, അതാണ് പരിശുദ്ധാത്മാവ്. ഐ ലവ് യു എന്ന സെൻറ്റൻസ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കി. അവിടെ ഐ ഉണ്ട്, ഒരു യു ഉണ്ട്, ഒരു ലവ് ഉണ്ട്.
ഐ ലവ് യു. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ത്രിയേക ദൈവം. അപ്പോൾ ഇതിനെ മനസ്സിലാക്കണമെങ്കിൽ ബൗദ്ധികമായിട്ട് മാത്രം നാം ചിന്തിച്ചാൽ, മാനുഷികമായ കണക്ക് കൂട്ടലുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. മറിച്ച് ബന്ധത്തിലൂടെയാണ്. പിതാവ് പുത്രൻ എന്ന ബന്ധത്തിലേക്ക് നാം എത്തിച്ചേരുമ്പോൾ, യേശുക്രിസ്തുവിനെ പോലെ നാം പുത്രരായി തീരുമ്പോൾ, പുത്രത്വം ജീവിക്കുമ്പോൾ, ദൈവത്തെ ആബയായിട്ട് കാണുമ്പോഴാണ് നമുക്ക് ത്രിയേക ദൈവത്തിൻ്റെ രഹസ്യത്തിൻ്റെ അടുത്ത് പോലും എത്താനായിട്ട് സാധിക്കുക. അതുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ ശ്രദ്ധിച്ച ഒരു കാര്യം, ഉൽപ്പത്തി 1:26 ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ആദത്തിന് എല്ലാം ഉണ്ടായിരുന്നു. ആദാം എല്ലാത്തിൻ്റെ രാജാവായിരുന്നു. അവന് മൃഗങ്ങളുണ്ട്, ഇഷ്ടമുള്ള പഴം ഭക്ഷിക്കാം, എങ്ങും അതിർത്തി കെട്ടേണ്ട ആവശ്യമില്ല, എല്ലാത്തിൻ്റെ അധിപനാണ് അവൻ. എന്നാലും അവൻ ഏകാഗിയായിരുന്നു. അവൻ ഏകാന്തത അനുഭവിക്കുകയാണ്. കാരണം ആനയോടും പൂച്ചയോടും അവൻ്റെ തലത്തിൽ അവന് സംസാരിക്കാനോ സ്നേഹിക്കാനോ കഴിയില്ല. അവനെ പോലെ ആരുമില്ല. എന്തുകൊണ്ടാണ് ഈ ഏകാന്തത അവനെ ഫീൽ ചെയ്യുന്നത്? കാരണം ത്രിയേക ദൈവത്തിൻ്റെ ഛായയിലാണ് അവൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അവൻ ബന്ധത്തിന് വേണ്ടിയാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. കൂട്ടായ്മയിൽ ജീവിക്കാൻ വേണ്ടിയാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ഏകാന്തതയിൽ കഴിയാനല്ല. ഏകാന്തത നല്ലതല്ല. അപ്പോൾ ഈ ഒരു സ്നേഹത്തിൻ്റെ കൂട്ടായ്മ, അപ്പോൾ ദൈവം ഒരിക്കലും ഈ കൂട്ടായ്മ ഇല്ലാതെ ഉണ്ടായിട്ടില്ല. ദൈവം എന്ന് മുതലുണ്ടെന്ന് മുതൽ ദൈവം എന്നും സ്വയംഭൂവായിരിക്കും. ദൈവം എന്നും കൂട്ടായ്മയാണ്, സ്നേഹത്തിൻ്റെ കൂട്ടായ്മയാണ്. അതാണ് ഇവിടെ ആദത്തിലൂടെ. അപ്പോൾ ഹൗവ സൃഷ്ടിക്കപ്പെടുമ്പോഴാണ് ഹൗവയെ കാണുമ്പോൾ ആദം എൻ്റെ അസ്ഥിയുടെ അസ്ഥി, എൻ്റെ മാംസത്തിൻ്റെ മാംസം, ആദ്യത്തെ പ്രണയഗാനം കുറിച്ചത്. കാരണം നൗ ഐ ഹാവ് സംവൺ ടു ലവ്, എനിക്ക് എന്നെപ്പോലെ തന്നെ സ്നേഹിക്കാൻ ഒരാളുണ്ട്, എന്നെ കേൾക്കാൻ ഒരാളുണ്ട്, എന്നോട് സംസാരിക്കാൻ ഒരാളുണ്ട്. ആദം പൂർണ്ണമായും ഹൗവയെ സ്നേഹിച്ചു. ഹൗവ ആ സ്നേഹം സ്വീകരിച്ചു പൂർണ്ണമായി ആദത്തെ തിരിച്ച് സ്നേഹിച്ചു. അപ്പോൾ അവർ 2 പേരാണോ? അല്ല, അവർ 3 മൂന്നാമത്തെ ആളാണ്. ഇവർ തമ്മിലുള്ള ആ സ്നേഹമാണ് 3. ഈ സ്നേഹത്തെ അവർക്ക് കാണാൻ കഴിയുമോ? ഇല്ല, കാണാൻ കഴിയത്തില്ല. പക്ഷെ കാണാൻ കഴിയും. ദൈവത്തിൻ്റെ കൃപയാൽ 9-10 മാസം കഴിഞ്ഞ് അവരുടെ ഇടയിലുള്ള ആ സ്നേഹത്തെ അവർക്ക് കാണാൻ പറ്റും. ആ സ്നേഹം തന്നെ മാംസം ധരിക്കുന്ന അവരുടെ കുഞ്ഞ്, അവർ തമ്മിലുള്ള സ്നേഹം. അപ്പോൾ കണ്ടു, ത്രിയേക ദൈവത്തിൻ്റെ ഭൗമികമായ ഒരു മോഡൽ ഇതാണ് കുടുംബം. അപ്പോൾ ആദം ഹൗവയും അവരുടെ സ്നേഹം 2 പേരും ഒരുമിച്ച് കുഞ്ഞിന് പകർന്നു നൽകുന്നു. കുഞ്ഞ് തിരിച്ച് ഇവരെ സ്നേഹിക്കുന്നു. ഇതാണ് ഭൗമികമായ ത്രിത്വം. അപ്പം ബന്ധത്തിലൂടെ മാത്രം നമുക്ക് ത്രിയേക ദൈവ രഹസ്യത്തെ അല്പമെങ്കിലും മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചില ഉദാഹരണങ്ങളിലൂടെ ത്രിയേക ദൈവത്തെ മനസ്സിലാക്കാനാണ് ശ്രമിച്ചത്. അച്ഛൻ സൂചിപ്പിച്ചു, സ്നേഹത്തിലുള്ള കൂട്ടായ്മയിലൂടെ, ആ ഒരു ബന്ധത്തിലൂടെയാണ് നമുക്ക് ത്രിത്വത്തെ യഥാർത്ഥ അർത്ഥത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുക. കാരണം പരിശുദ്ധ ത്രിത്വം കൂട്ടായ്മയാണ്. ആദ്യം മുതൽ കൂട്ടായ്മയിലാണ് പരിശുദ്ധ ത്രിത്വം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തമ്മിലുള്ള ആ ഒരു സ്നേഹത്തിൻ്റെ കൂട്ടായ്മയാണ് പരിശുദ്ധ ത്രിത്വം എന്ന് മനസ്സിലാക്കി തരാനാണ് അച്ഛൻ ഇന്ന് ശ്രമിച്ചത്. മറ്റൊരു എപ്പിസോഡിൽ ക്രിസ്തീയ വിശ്വാസ രഹസ്യങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ ചോദ്യങ്ങളും ഉത്തരങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.